അംബുജായത ലോചന കോമള കുംഭധാരണ കാരുണ്യവാരിധേ കന്മശാപഹത് നിൻ പാദ പങ്കജം ചെമ്മേ കാണുമാറാകണം ഗോവിന്ദ. ഭഗവാനെ കൃഷ്ണ കാരുണ്യ സിന്ധോ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. അംബുജായത ലോചന കോമളെ കന്മശാപഹ നിൻ പാദ പങ്കജം. കാണിച്ചു വെച്ചിട്ട് ഇയാൾ ഒന്നും അറിയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്ത് കാണിച്ചു മോനെ? അമ്മേ ദേവി മഹാമായെ, ഈ കുട്ടി എന്തൊക്കെയാ ഈ പറയുന്നത്? വേണ്ട വേണ്ട, അധികം കിടന്ന് ഉരുളൊന്നും വേണ്ട. മാമൻ എന്തിനാ എന്റെ സുജാതനം കാര്യം ആമിയോട് പറഞ്ഞു കൊടുത്തത്? ഞാൻ കൈക്കൂലി തന്ന് ഒതുക്കിയ കേസല്ലേ അത്? അത് പിന്നെ ആമി മോളും എനിക്ക് കൈക്കൂലി തന്നു. പണം മഹാലക്ഷ്മി അല്ലേ? കൺമുന്നി വന്ന് കള്ളച്ചിരിയോടെ മാടി വിളിക്കുമ്പോ എങ്ങനെയാ മോനെ വേണ്ടെന്ന് പറയുന്നേ? എനിക്ക് വേണ്ടിട്ടല്ല, പിന്നെ ഈശ്വരകോപം ഭയന്ന് ഞാൻ 2 കൈയും നീട്ടി അങ്ങ് വാങ്ങിച്ചു. അതൊരു തെറ്റാണോ മോനെ? ഒരിക്കലും അല്ല. അതാണ്. മാമനിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എങ്ങോട്ടാ വരാൻ? 2 വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന നിങ്ങളെ ഞാൻ കാലേമാരി താഴെ അടിച്ച് കൊല്ലുന്നതും ഒരു തെറ്റല്ല. മോനെ നീ എന്തൊക്കെ കോമഡികളാ ഈ പറയുന്നേ? ഞാൻ കോമഡി പറയാറില്ല. എന്റെ മോനെ, മോൻ വിചാരിക്കുന്ന പോലെ ഞാൻ മോനെ വഞ്ചിച്ചതും ചതിച്ചതും ഒന്നും അല്ല. അവിടെ എന്ത് നടന്നു എന്ന് ആമിമോൾ എന്നോട് ചോദിച്ചപ്പോ ഈ പ്രശ്നം എന്നേക്കുമായി തീർക്കാൻ ഞാനൊരു ടെക്നിക്ക് ഉപയോഗിച്ചതല്ലേ. എന്ത് ടെക്നിക്ക്? മോനെ, ഞാൻ അപ്പൊ തന്നെ ആ വീഡിയോ എടുത്ത് ആമിമോക്ക് കാണിച്ചു കൊടുത്തു. ഏത് വീഡിയോ? മോനും ആ സുജാതയും കൂടി ജീപ്പില് മുട്ടിയിരുമിന്ന് യാത്ര ചെയ്യുന്ന ആ വീഡിയോ. അയ്യോ, എന്റെ കുടുംബം. അല്ല മോനെ, നിങ്ങൾ ജീപ്പിൽ അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്തു എന്നല്ലാതെ അവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ആമിമോക്ക് ബോധ്യപ്പെടണ്ടേ? പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ആമിമോക്ക് ഒരു ഉപദേശവും കൊടുത്തു. എന്തുപദേശം? മോനെ, ഇതോടെ ഈ പ്രശ്നം ഇവിടെ തീരണമെന്നും ഇനി ഇത് വിഴുപ്പലക്കിയാൽ നാറാൻ പോകുന്നത് മോളും ചെമ്പകശ്ശേരി തറവാടുമാണെന്നും ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും ഞാൻ കാര്യമായിട്ട് മോക്കൊരു ക്ലാസ് എടുത്തു. എങ്ങനെ ഉണ്ട് പരശുമാമന്റെ ബുദ്ധി? ഓഹോ, അപാര പൊട്ടബുദ്ധി. എന്റെ പരശുമാമ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ അവള് വിചാരിക്കില്ലേ ശരിക്കും ഞങ്ങൾക്കിടയിൽ എന്തൊക്കെ ഉണ്ടെന്ന്? അപ്പോ ശരിക്കും നിങ്ങൾക്കിടയിൽ ഒന്നും ഇല്ലേ? ഒറ്റ ചവിട്ടിയാണെങ്കിൽ വെച്ചോന്നുണ്ടല്ലോ. അതിന് എന്നെ ചവിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യനായ കൈയിരിപ്പ് നന്നാകണം, അല്ലെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും. വേണ്ടതെന്ന് പറഞ്ഞ മാമനക്ക് ഞാൻ നോക്കില്ല, ആടിനെ ഞാൻ കിടക്കും. നിന്നേ നിന്നനാ. എന്നെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യം നിനക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ആമിമോൾ ഇത് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുമായിരുന്നു. പിന്നെ എന്തായിരിക്കും മോന്റെ അവസ്ഥ? SP ഉമാദത്തൻ എന്ന പകൽമാന്യന്റെ മുഖംമൂടി ഈ പൊതുസമൂഹത്തിൽ അഴിഞ്ഞു വീഴുമായിരുന്നില്ലേ? മാമാ, എടാ മോനെ, ഇതിപ്പോ നമ്മുടെ കുടുംബക്കാരുടെ ഇടയിൽ ഈ പ്രശ്നം തീർന്നില്ലേ? പുറത്താരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ അവസ്ഥ? ഒന്നാമതേ സോഷ്യൽ മീഡിയ വായി നോക്കുകളുടെ പ്രളയം. ഇങ്ങനെ ഒരു ഹോട്ട് ന്യൂസ് അവന്മാരുടെ കൈ കിട്ടിയ അവന്മാരടങ്ങിയിരിക്കുവോ? പീസ് ബൈ പീസായിട്ട് മോനെയും ആ SIയെയും അരിഞ്ഞരിഞ്ഞ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിരത്തി വെച്ചാന്. SP-യും വനിതാ SIയും തമ്മിലുള്ള അവിഹിതത്തിന്റെ പുളിച്ചു നാറിയ കഥകൾ കണ്ടും വായിച്ചും കേരളക്കര മുഴുവൻ രോമാഞ്ച കഞ്ചുകമായേനെ.